ഹായ് ഗൈസ്, എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് അല്പം സവോള ചെറിയ രീതിയിൽ അരിഞ്ഞ് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് നല്ല പോലെ ചൂടായതിന് ശേഷം അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്താലും മതി കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഞാനിതിൽ ഗരം മസാല ആണ് ചേർത്തത്. ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇവയെല്ലാം കൂടി നല്ല പോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇതിലേക്ക് വേണ്ടി മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അല്പം മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ട്. ആ ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്ത ചിക്കനാണ് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിനായിട്ട് അത്യാവശ്യമുള്ള ദോശയാണ്. നൈസായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടത് അല്പം മൈദപ്പൊടി, ഒരു 3-4 ദോശ മതി കേട്ടോ, നൈസ് ദോശ. അപ്പോൾ അല്പം മൈദപ്പൊടി, അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശേഷം അതിലേക്ക് ഒരു കോഴിമുട്ട അത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ നൈസ് പത്തിരി രൂപത്തിലാണ് മൈദ കൊണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കൽ. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് ദോശയായിട്ട് തന്നെ, നൈസ് ദോശയായിട്ട് തന്നെ മൈദ മാവ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ. പാൻ നല്ല പോലെ ചൂടായതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ഈ രൂപത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. മൊത്തം 4 ലെയറാണ് കേട്ടോ നമുക്ക് ഇതിന് വേണ്ടി എടുത്തത്. അപ്പോൾ ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ട് 4 ലെയറായിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് അല്പം പാലൊഴിക്കുക. ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അല്പം കുരുമുളക് പൊടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവ നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ദോശ ഉണ്ടല്ലോ, നൈസ് ദോശ, ആ ദോശ ഒന്ന് ഇതിലിട്ടിട്ട്
ഇതിലിട്ടൊന്ന് മുക്കിയെടുക്കണം. എല്ലാ ലെയറും ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കാൻ പാകമായിട്ടുള്ളൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ഒന്ന് പുരട്ടി റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ മിക്സിൽ നിന്നും മുക്കിയെടുത്ത ദോശ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ലെയറിൽ തന്നെ നമ്മൾ ഫില്ലിങ് കൊടുക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലെയർ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന മിക്സ് ഉണ്ടല്ലോ, മുട്ടയുടെ മിക്സ് ഇല്ലേ, പാലും മുട്ടയും കൂടി ചേർത്ത മിക്സ്, അപ്പോൾ അതൊന്ന് ബാക്കിയുള്ളത് ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒരു 5 മിനിറ്റ് സമയത്തേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മളിത് നോക്കിയപ്പോൾ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ ഭാഗവും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ നോമ്പും കൂടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് കൊണ്ട് ഈ ഇറച്ചിപ്പത്തിരി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് നമ്മളിത് കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതേപോലെ മധുരത്തിനേക്കാൾ നമുക്ക് ടേസ്റ്റ് തോന്നുന്ന എരിവുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പറ്റുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ആക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.